So in the last class we have discussed the osmotic pressure and the laws of osmotic pressure. From that we got the equation pi is equal to W by CRT. Pi is equal to CRT, and this equation or the concept of osmotic pressure can be used for the or one application of the this theory is that this concept of this osmotic pressure can be used for the determination of molecular mass of polymers like proteins, large macromolecules like proteins, and unlike other colligative properties of very small molecule, macromolecular the osmotic pressure or the colligative properties of macromolecules are measurable. Although they are small, they are measurable. But no, and here one advantage is that here we do not require any very strong membrane. Since the macromolecules cannot penetrate even cellophane membrane, which is very basic membrane. So let us have a look on this case. If small w gram of a protein of molecular mass capital M is present in V liters of solution at temperature T Kelvin, then pi V is equal to W by M RT. That we have discussed the equation for osmotic pressure, where pi is the osmotic pressure. So W by, and rearranging this equation, we can write W by V into RT by M, or W by V is called the the concentration in gram per liter. W by C is equal to C, or from this equation we can write pi by C is equal to RT by M. So, but we know that these macromolecules will be very much deviated from ideal behavior, and their size വളരെ കൂടുതലായിട്ട് they will not show ideal behavior. അപ്പം അങ്ങനെ വരുമ്പം ideal behavior അല്ലാതെ വരുമ്പോൾ എന്താ വെച്ചാൽ ഈവൺ അറ്റ് ലോ കോൺസെൻട്രേഷൻ, അപ്പൊ നമ്മളിപ്പം കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഒക്കെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ സൊല്യൂട്ടിന്റെ കുറയുന്ന സമയത്ത് എന്തുണ്ടാവും, പിന്നെ ഈ ഐഡിയൽ ആയിട്ട് സൊല്യൂഷൻസ് ബിഹേവ് ചെയ്യും. അപ്പോഴാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ അങ്ങനെയുള്ള കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് അതിന്റെ ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്തത്. പക്ഷെ മാക്രോ മോളിക്യൂൾസ് ഈവൺ അറ്റ് ലോ കോൺസെൻട്രേഷൻ ദേ കനോട്ട് ബിഹേവ് ആസ് ഐഡിയൽ, കാരണം അതിന്റെ മോളിക്കുലർ മാസ് അത്രയും വലുതായതുകൊണ്ട്. അപ്പൊ എന്താന്ന് ചെയ്യാന്ന് വെച്ചാല് നമുക്ക് ഓസ്മോട്ടിക് പ്രഷർ മെഷർമെന്റ് നമ്മളിപ്പം വളരെ ലോ കോൺസെൻട്രേഷനിൽ ചെയ്താൽ പോലും നമുക്ക് ഐഡിയൽ ബിഹേവിയർ അല്ലെങ്കിൽ ഐഡിയൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വാളിറ്റേറ്റീവ് ഇപ്പൊ നമ്മളുടെ ഈ ലോ പൈ ബൈ സി ഇസ് ഈക്വൽ ടു ആർ ടി ബൈ എം ഒന്നും നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. So a series of osmotic pressure measurements are made at different concentrations. അപ്പൊ എന്നിട്ട് പല കോൺസെൻട്രേഷൻസിൽ ഓസ്മോട്ടിക് പ്രഷർ മെഷർമെന്റ്സ് എടുത്തിട്ട് അത് ഡാറ്റേനെ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ട് and the data is extrapolated to infinite dilution to get the actual molecular mass. So limit C tending to 0, pi by C is equal to RT by M. ഇപ്പൊ ഇതിന് ഓസ്മോട്ടിക് പ്രഷർ മെഷർമെന്റ്സിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിന് പറയുന്ന പേരാണ് ഓസ്മോമീറ്റർ. അപ്പൊ ആ ഓസ്മോമീറ്റർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അതിലൊരു ഗ്ലാസ് ബൾബ് ഉണ്ടാവും, സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ ഗ്ലാസിന്റെ ഒരു ചേംബർ, അതിന്റെ ഒരു ഭാഗത്ത് അതിനൊരു വായ ഉണ്ടാവില്ല, ആ വായയുടെ ഭാഗത്തൊരു സെല്ലോഫെയിൻ മെംബ്രെയിൻ വെച്ച് കെട്ടിയിട്ട് അത് കമത്തിയിട്ട് നമ്മളൊരു ഒരു പാത്രത്തിലേക്ക് ഒരു പെർഫറേറ്റഡ് സപ്പോർട്ട് കൊടുത്തിട്ട് അതിനെ ഒരു ബോക്സ് പോലെ നിറയെ ഓട്ടോട്ടുള്ള ഒരു ബോക്സ് പോലെക്ക് കമത്തിയിട്ട് നമ്മൾ അതിനെ ഡിസ്പ്ലേ എന്നിട്ട് അതില് ദ ചേംബർ ഇസ് ഫിൽഡ് വിത്ത് അവർ സൊല്യൂഷൻ, പോളിമർ സൊല്യൂഷൻ. ആ ചേംബറിൽ നിറച്ചിട്ട് അതൊരു ലാർജർ ചേംബറിലേക്ക് ഇറക്കി വെക്കും. എന്നിട്ട് അതിനൊരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ബാത്ത് എന്നൊക്കെ നമ്മൾ പറയും.
അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കും. ഡ്യൂ ടു ഓസ്മോസിസ് ദ ലിക്വിഡ് റൈസസ്. അപ്പം എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു കാപ്പിലറി ട്യൂബ്, ഒരു കാലിബ്രേറ്റഡ് കാപ്പിലറി ട്യൂബ് എന്താ പറയുക, ഒരു ട്യൂബ് ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വോളിയം 1 ml 2 ml എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ഈ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അപ്പം അത് അതിൻ്റെ ഒരു ഭാഗത്തായി ഘടിപ്പിച്ചിട്ടുള്ള ചേംബർ, പിന്നെ ഒരു ഇതാണ് അതിനകത്തേക്ക് ഇറക്കി വെക്കുന്നത്. ഡ്യൂ ടു ഓസ്മോസിസ് നമ്മൾ എന്നിട്ട് അതിൻ്റെ പുറത്തുള്ള ചേംബറിൽ സോൾവെന്റ് ഫില്ല് ചെയ്യും. അപ്പൊ ഈ സോൾവെന്റ് ഫില്ല് ചെയ്തിട്ടുണ്ട് ചേംബറിൽ. അതിൻ്റെ ഉള്ളിൽ ഒരു സപ്പോർട്ടിന്റെ ഉള്ളിലായിട്ട് നമ്മളുടെ ചേംബർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം സെമി പെർമിയബിൾ മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ പോളിമർ സൊല്യൂഷനും നിറച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. എന്നിട്ട് due to osmosis, the liquid in the capillary rises until an equilibrium is raised. And from the height of the level of the solution, we can determine the osmotic pressure. Knowing density of the solution, pi is equal to HDG. The process is repeated for a series of concentrations. Pi by C is plotted against C to get a nearly linear plot which is extrapolated to C is equal to 0. To get the limiting value pi by C at a concentration 0, then pi by C അതായത് നമ്മൾ ഗ്രാഫ് വരച്ചിട്ടേ പൈ ബൈ സി എഗെയിൻസ്റ്റ് സി അതുപോലെ ഗ്രാഫ് വരച്ചിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, എക്സ്ട്രാപൊളേറ്റ് ചെയ്തു. കാരണം നമുക്ക് ലോ കോൺസെൻട്രേഷനിൽ പോലും ഇത് എന്ത് ചെയ്യില്ല, പിന്നെ ഐഡിയൽ ബിഹേവിയർ തരില്ല. അപ്പൊ നമ്മൾ ലോ കോൺസെൻട്രേഷനിലെ ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ എക്സ്ട്രാപൊളേറ്റ് ചെയ്തിട്ടാണ് കണ്ണ് നീട്ടുക. അപ്പൊ പൈ ബൈ സി ഇസ് ഈക്വൽ ടു സി. കാരണം കോൺസെൻട്രേഷൻ സി 0 ആവുമല്ലോ. അപ്പോൾ പൈ ബൈ സി എഗൻസ്റ്റ് സി പ്ലോട്ട് ചെയ്തിട്ട് extrapolated C is equal to 0 to get the limiting value pi by C 0 RT by M, or the molecular masses will be given by RT by this pi by C 0. അത് വെച്ച് നേരിട്ട് നമുക്ക് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. എസ്എന്റെ പാർട്ടായിട്ടോ എസ്എ ആയിട്ടോ ഒക്കെ എന്തായാലും പഠിക്കണം. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ജസ്റ്റ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്ന് അറിഞ്ഞാൽ മതി. നെക്സ്റ്റ് ഇസ് ഐസോട്ടോണിക് സൊല്യൂഷൻസ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഐസോട്ടോപിക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ സെയിം ഓസ്മോട്ടിക് പ്രഷർ സെയിം ടെമ്പറേച്ചറിലുള്ള സൊല്യൂഷൻസ് ആണ്. അപ്പൊ ഡിഫറെന്റ് സൊല്യൂഷൻസിന് ഒരേ ഓസ്മോട്ടിക് പ്രഷർ ആണ്, ഒരേ ടെമ്പറേച്ചറിൽ കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഐസോട്ടോണിക് സൊല്യൂഷൻ. അതിലെന്താണ്, മോളർ കോൺസെൻട്രേഷൻസ് ഡിഫറെന്റ് ആവാം, പെയർ ഓഫ് സൊല്യൂഷൻസ് ഡിഫറെന്റ് ആവാം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐസോട്ടോണിക് സൊല്യൂഷൻസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഐസോട്ടോണിക് സൊല്യൂഷൻസിനെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി നോ ഓസ്മോട്ടിക് ഫ്ലോ. ഒരു സൊല്യൂഷൻ, കാരണം രണ്ടിന്റെ ഓസ്മോട്ടിക് പ്രഷർ സെയിം അല്ലേ. അപ്പൊ ഒരു സൊല്യൂഷനിൽ വേറൊരു സൊല്യൂഷനിലേക്ക് ഒരു ഭാഗത്തുനിന്ന് വേറൊരു ഭാഗത്തേക്ക് ഫ്ലോ ഉണ്ടാവില്ല. സോ ദേ ഹാവ് സെയിം വേപ്പർ പ്രഷർ ആൾസോ. അപ്പൊ ഐസോട്ടോണിക് സൊല്യൂഷൻസിന് സെയിം വേപ്പർ പ്രഷർ ആണ്. അപ്പൊ ഇതിലൊരു എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാട്ട് ആർ ഐസോട്ടോണിക് സൊല്യൂഷൻസ്? എക്സാമ്പിൾ 0.1 molar solution of urea will be isotonic with 0.1 molar solution of glucose. അപ്പൊ യൂറിയയുടെ അപ്പൊ ഐസോട്ടോണിക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പോയിന്റ്സ് ആണ് ഓർക്കാനുള്ളത്. സെയിം ഓസ്മോട്ടിക് പ്രഷർ അറ്റ് സെയിം ടെമ്പറേച്ചർ എന്ന് എഴുതണം. പിന്നെ സെയിം മോളാർ കോൺസെൻട്രേഷൻ, they will have same molar concentration, and pair of such solution when they are separated by a semi-permeable membrane, they will not have they will produce no osmotic flow. They will have same concentration, they will have same vapor pressure. And an example is 0.1 molar solution of urea would be isotonic with 0.1 molar solution of glucose. പിന്നെ ഇനി നമുക്ക് ഈ ഓസ്മോട്ടിക് പ്രഷറിന്റെ ഒരു ചെറിയ ആപ്ലിക്കേഷനും കൂടി ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആപ്ലിക്കേഷൻ.
of osmotic pressure, the concept of osmotic pressure in purification of water, desalination of water എന്നാ പറയുക. നമ്മളെ കോളേജിൽ പല സ്ഥലത്തും RO ഫിൽറ്റേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിൽ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സോൾവെന്റിനെയും സൊല്യൂഷനെയും കൂടി ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടാവും. ദർ വിൽ ബി എ ഫ്ലോ ഓഫ് സോൾവെന്റ്, പ്യുവർ സോൾവെന്റിന്റെ ഭാഗത്ത് നിന്ന് സൊല്യൂഷന്റെ ഭാഗത്തേക്കാണ് ഫ്ലോ ഉണ്ടാവുക. പക്ഷേ എന്താണ് സോൾവെന്റ് ത്രൂ എ മെംബ്രെയിൻ. പക്ഷെ എന്താ വെച്ചാൽ റിവേഴ്സ് നമ്മൾ ആ സൊല്യൂഷന്റെ മുകളിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്യണം. ഓസ്മോട്ടിക് പ്രഷറിന് ക്കാളും കൂടുതലുള്ള ഒരു പ്രഷർ നമ്മൾ ഈ സൊല്യൂഷന്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദ റിവേഴ്സ് പ്രോസസ് ഒക്കേഴ്സ്. അതായത് ദ സോൾവെന്റ് ബിഗിൻ ടു ഫ്ലോ ഫ്രം ദി സൊല്യൂഷൻ ടു ദി സോൾവെന്റ്. അപ്പൊ ആ പ്രോസസ്സിനാണ് നമ്മൾ ദിസ് ഫ്ലോ ഈസ് കോൾഡ്. When we apply a pressure on the solution, pure solvent will flow from solution to solvent. This phenomenon is called reverse osmosis, and the phenomenon of reverse osmosis now being used for the desalination of seawater to get potable water in Middle East countries. അപ്പൊ അവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പ്രോസസ്സ് വെച്ചിട്ട് നമ്മളെവിടെയും ഈ ഫിൽറ്റേഴ്സിലൊക്കെ തന്നെയാണ് ഇംപ്യൂർ ആയിട്ടുള്ള വെള്ളം എന്താണ് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനുമായിട്ട് ഫ്രഷ് വാട്ടറിനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ദെൻ അംപ്യൂർ വാട്ടറിന് വെള്ളം മാത്രം എവിടേക്ക് പോവും, ഫ്രഷ് വാട്ടറിലേക്ക് പോകും. വെൻ വി അപ്ലൈ എ പ്രഷർ on the impure water or saline water which is greater than the osmotic pressure, and this method is used for the desalination of water അല്ലെങ്കിൽ purification of water. പിന്നെ ഇപ്പൊ ഇതിൽ എന്താണ് ഒരു ഡിസഡ്വാൻറ്റേജ് ഇതിനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സലൈൻ വാട്ടർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ച് വെള്ളം ബാക്കി നിൽക്കും. എത്ര കഴിഞ്ഞാലും അത്രക്കൊക്കെ പോവുള്ളൂ, മുഴുവനായിട്ടും പോവില്ല. അപ്പൊ ആ വെള്ളം പുറത്തേക്ക് കളയേണ്ടി വരും. കുറെ വാട്ടർ വേസ്റ്റ് ആയി, ഏകദേശം ഒരു 30%, 40% ഒക്കെ മിക്കവാറും വാട്ടർ ലോസ് ആവും. അത് നമ്മൾ പുറത്ത് കളയേണ്ടി വരുന്ന പുതിയ വെള്ളം അടിക്കേണ്ടി വരും. നിങ്ങൾ ആ അറോന്റെ അടുത്ത് പോയി കാണാം, അറോന്റെ ഒരു കുഴലിട്ടിട്ടുണ്ട്, ആയിക്കൂടെ അങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ കാരണം ആ സലൈൻ വാട്ടർ അല്ലെ ഇംപ്യൂർ ആയിട്ടുള്ള വാട്ടറിനെ പുറത്ത് കളഞ്ഞ് വേറെ വാട്ടർ എടുക്കുകയാണ്. So this is the technique of reverse osmosis for the purification of water. Saline water is purified. Purified using this technique in Middle East countries. ഈ കടൽ വെള്ളമൊക്കെ അങ്ങനെയാണ് പ്യൂരിഫൈ ചെയ്യുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിന്റെ തിയറി പാർട്ടൊക്കെ ഇവിടെ കഴിഞ്ഞു. പിന്നെ കുറച്ച് പ്രോബ്ലംസ് ആണുള്ളത്, അത് ഞാൻ അടുത്ത ഡിസ്കഷൻ ആയിട്ട് ഇടാട്ടോ. അപ്പൊ താങ്ക് യു.